ഇനി കൊല്ലം കോർപ്പറേഷനിലേക്ക് പോയാൽ ഇത്തവണ കൊല്ലം കോർപ്പറേഷനിൽ ശ്രദ്ധ നേടുന്നത് 21 കാരികളായ 2 യുവ സ്ഥാനാർത്ഥികളാണ്. നിയമ വിദ്യാർത്ഥികളായ ജയലക്ഷ്മിയും അർച്ചനയും KSUവിന്റെ സജീവ പ്രവർത്തകരാണ്. 30 വർഷത്തെ ഇടതു ഭരണത്തെ താഴെ ഇറക്കുക എന്നുള്ളതാണ് രണ്ടുപേരുടെയും ലക്ഷ്യം. അപ്പോൾ രണ്ടുപേരുടെയും വിശേഷങ്ങൾ കാണാം. കൊല്ലം കോർപ്പറേഷൻ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 പുതുമുഖങ്ങളെയാണ് ഇപ്പോൾ KSUക്കാരായ 2 പേരെയാണ് മത്സരിക്കാനായി പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. പുതുമുഖങ്ങളെ ഇത്തവണ അവതരിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം. അവർ 2 പേരും ഇപ്പോൾ ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുകയാണ്. ആർച്ചയും ജയലക്ഷ്മിയുമാണ് ചേരുന്നത്. ഇവർ 2 പേരും നിയമ വിദ്യാർത്ഥികളാണ്. ഇനിയിപ്പോൾ പുതിയൊരു ദൗത്യം കോൺഗ്രസ് പാർട്ടി ഏൽപ്പിക്കുകയാണ്. എങ്ങനെയാണ് നോക്കിക്കാണും? വളരെ ഉത്തരവാദിത്വത്തോടെ ചെയ്ത് തീർക്കണം. അതോടൊപ്പം സന്തോഷം, അതോടൊപ്പം ഇച്ചിരി ടെൻഷനുണ്ട്. വലിയൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അതേപോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. KSUക്കാരായി ഇങ്ങനെ ഒരു കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഒരിക്കലും വിചാരിച്ചതല്ല. KSUവിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. കോളേജിൽ ഇലക്ഷന് ഞാൻ മത്സരിച്ചിട്ടുണ്ട്. കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിൽ പ്രവർത്തനത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ടോക്ക് വന്നത്, ഇങ്ങനെ ഒന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ സ്വീകരിച്ച് നിൽക്കുന്നു. ആർച്ച ഉണ്ട്. ആർച്ച നിയമ വിദ്യാർത്ഥിയാണ്. ആർച്ച വള്ളിക്കീട് മത്സരിക്കുന്നു. അപ്പം ഈ ഒരു KSUക്കാരിയായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു മത്സര രംഗത്തേക്ക് വരുമെന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ട്? ഇല്ല, ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ഓഫർ കൊണ്ടുവന്നപ്പം അത് വളരെ ഉത്തരവാദിത്തത്തോടുകൂടെ തന്നെ ഏറ്റെടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പം യുവത്വമാണ് വരേണ്ടത്. ഇപ്പം യുവത്വം വന്ന് നമുക്കിപ്പോൾ ഒരു നിയമ വിദ്യാർത്ഥിനി എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് നിയമപരമായിട്ടാവട്ടെ ജനങ്ങളെ നല്ല രീതിയിൽ സഹായിക്കാനായിട്ട് കിട്ടും. എന്തായാലും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ ഇവർക്ക് 2 പേർക്കും കഴിയുമെന്നാണ് നമ്മുടെയും പ്രതീക്ഷ. എന്തായാലും യുവമുഖങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് കുറച്ചുകൂടി മുന്നോട്ട് പോയിരിക്കുകയാണ്.